Good morning, Miss. Good morning. Good morning. Abdul Basit. Good morning, Miss. Good morning. Good morning. Good morning. Abdul Basitന് ഒരിക്കൊന്നും മദ്രസ ക്ലാസ് ഇല്ല. ഇല്ലേ? ഉണ്ട്. എത്ര മണിക്കാ? അത് യൂട്യൂബ് കേൾക്കുന്നോണ്ട് ഞാൻ രാത്രിയെല്ലാം കേൾക്കല്ലേ സമയം കിട്ടുമ്പോ. ഓ അതെയോ, ഓക്കെ. സൂര്യദേവേ, സൂര്യദേവിനെ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും കണ്ടില്ലല്ലോ. Good morning, Miss. ഗുഡ് മോർണിംഗ്. മക്കളെ നിങ്ങളെ പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തോ? Take your Hindi textbook. Take your Hindi textbook. Are you ready? Yes. Good morning, Miss. Good morning. Good morning. Good morning, Miss. Good morning. Take your Hindi textbook. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു പഠിപ്പിച്ചത്? ഏത് ലെസൺ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ്? ഏത് ലെസൺ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ഗുരു കാ സ്ഥാനാണോ? ആരാ അത്? എവിടുന്നാ സൗണ്ട് കേൾക്കുന്നത്? നിങ്ങൾ മ്യൂട്ട് ആക്കി വെച്ചേ.
എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തല്ലോ. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഗുരു കാ സ്ഥാൻ അല്ലെ, പ്ലേസ് ഓഫ് ടീച്ചർ അല്ലേ എടുത്തത്? അത് കംപ്ലീറ്റ് ആക്കിയില്ലേ നമ്മള്? ആ ലെസൺ കംപ്ലീറ്റ് ആയി. എല്ലാവരും വായിച്ചിരുന്നോ ആ ടെക്സ്റ്റ് പാഠഭാഗം? ആ ലെസൺ എല്ലാവരും വായിച്ചിരുന്നോ? മറന്നുപോയോ വായിക്കാൻ? അതില് വർക്കുകൾ പറഞ്ഞോ നമ്മള്? വർക്കുകൾ പറഞ്ഞില്ല. ഓക്കെ, പേജ് നമ്പർ 13 എടുത്തോളൂ. പേജ് നമ്പർ 13. പേജ് നമ്പർ 13. എല്ലാവരും ആ ലെസൺ നന്നായിട്ട് വായിക്കണേ വീട്ടിന്ന്. അതില് ശബ്ദാർത്ഥ നോട്ടിലേക്ക് എഴുതേണ്ടത് ഏതാണ്? ശബ്ദാർത്ഥ് അല്ലേ? വേർഡ് മീനിങ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചെയ്തായിരുന്നു. വേർഡ് മീനിങ് എഴുതി അല്ലേ? വേർഡ് മീനിങ് എഴുതുമ്പോ ഹിന്ദി എഴുതുക, ഇംഗ്ലീഷ് മീനിങ് എഴുതുക. ഹിന്ദി അതുപോലെ ഇംഗ്ലീഷ് മീനിങ് എഴുതുക. മിസ് അത് വായിച്ചു തരണോ? വായിക്കാൻ കിട്ടുമോ നിങ്ങൾക്ക്? മീനിങ് ഒക്കെ വായിക്കാൻ കിട്ടുന്നില്ലേ? ഓക്കെ. നെക്സ്റ്റ് ഇതിന് തൊട്ട് താഴെ എന്തുണ്ട്? വിലോമ ശബ്ദം അല്ലെ? ഓപ്പോസിറ്റ് വേർഡ്സ്. വിലോമ ശബ്ദ. വിലോമ ശബ്ദ ഏതൊക്കെ വിലോമ ശബ്ദം ഉണ്ട്? സുയോഗ്യ, അയോഗ്യ. സുയോഗ്യ, അയോഗ്യ. പ്രശംസനീയ, നിന്ദനീയ. മിസ് വായിക്കുമ്പോ ഒന്ന് കണ്ടുവച്ചേ. ലാഭ, ഹാനി. മാൻ, അപമാൻ. യോഗ്യത, അയോഗ്യത. ന്യായ്, അന്യായ്. ചിന്തിത, നിശ്ചിന്ത. എന്താ വായിക്കുക? ചിന്തിത, നിശ്ചിന്ത. എന്താ വായിക്കേണ്ടത് മനസ്സിലായോ? സ്റ്റക്കായി പോകുന്നുണ്ടോ? സ്റ്റക്കായി പോകുന്നുണ്ടോ? നോക്കൊന്നുകൂടി മിസ് പറഞ്ഞുതരാം. എന്താണ്? യോഗ്യത, അയോഗ്യത. ന്യായ, അന്യായ. ചിന്തിത, നിശ്ചിന്ത. ഉച്ച, നിമ്ന. വ്യവസ്ഥ. എന്താ വ്യവസ്ഥ? അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഒന്ന് വായിച്ചെന്നേ. വ്യവസ്ഥ. എന്താ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ വായിക്കുക? അവ്യവസ്ഥ. അവ്യവസ്ഥ അല്ലേ? അവ്യവസ്ഥ. നെക്സ്റ്റ് വേർഡ് എന്താ? നെക്സ്റ്റ് വേർഡ് എന്താണ്? ഉചിത് അല്ലേ? ഉചിത്. ഉചിത് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? അനുചിത്. എന്താണ്? അനുചിത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് തന്നെ നോട്ടിലേക്ക് പകർത്തി എഴുതണേ. ഉചിത്, അനുചിത്. സവാൽ, ജവാബ് അല്ലേ? സവാൽ, ജവാബ്. ദോഷി, നിർദോഷി. ദോഷി, നിർദോഷ്. കണ്ടല്ലോ? ഷെഫി, why are you late?
ഫാത്തിമ മേഹൂസ നെറ്റ് കിട്ടുന്നില്ലായിരുന്നു. അത്രയും കിട്ടിയല്ലോ. ഓപ്പോസിറ്റ് വേർഡ്സ് കിട്ടിയോ? വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? അല്ലേ ഓപ്പോസിറ്റ് വേർഡ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? തുറന്ന് പറഞ്ഞേ. നോ. എല്ലാവരും വായിച്ചു നോക്കിയോ? മിസ് വായിക്കുമ്പോ നിങ്ങളും വായിച്ചു നോക്കിയോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ശ്രുതലേഖ. ഇതാണ് ശ്രുതലേഖ. അതെന്തിനാ കൊടുത്തിരിക്കുന്നത്? ശ്രുതലേഖ ശ്രുതലേഖ കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? അതാണ്. എന്താണ്? നോട്ടില് ആ വാക്കുകള് സ്പെല്ലിങ് തെറ്റാതിരിക്കാൻ വേണ്ടി എഴുതി പഠിക്കണം നിങ്ങള്. അതിനാണ് നിങ്ങൾക്ക് അത് കൊടുത്തത്. ശ്രുതലേഖ എന്ന് പറഞ്ഞാൽ ഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണത്? ഓരോ ക്ലാസ് കഴിയുമ്പോ ആ ഡിറ്റേഷന്റെ വേർഡ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. ഏതൊക്കെ വാക്കുകളുണ്ടോ ഒന്ന് നോക്കി നോക്കിയേ. മിസ് പറഞ്ഞുതരാം. ഏതൊക്കെയാണ്? സുയോഗ്യ അല്ലേ? ഫസ്റ്റ് വേർഡ് എന്താണ്? സുയോഗ്യ. നിങ്ങൾക്കിപ്പോ കാണാതെ സുയോഗ്യ എന്ന് എഴുതാൻ പറ്റുമോ? പഠിക്കാതെ എഴുതി പഠിക്കണ്ടേ? സുയോഗ്യ എന്ന് എഴുതണമെങ്കില് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു റഫ് നോട്ടില് എഴുതി പഠിക്കുക. നെക്സ്റ്റ് വേർഡ് എന്താണ്? ആമന്ത്രിത്. എന്താണ്? ആമന്ത്രിത്. മിസ് വായിക്കുമ്പോ നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. തേർഡ് ചിരഞ്ജീവി. എന്താണ്? ചിരഞ്ജീവി. നെക്സ്റ്റ് ജ്ഞാനവർദ്ധൻ. വായിക്കാൻ കിട്ടൂല അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുഞ്ഞുമക്കൾക്ക്. ജ്ഞാനവർദ്ധൻ. അതെല്ലാം 10 പ്രാവശ്യം എഴുതി പഠിക്കുന്നെങ്കിൽ അതൊരു 15 പ്രാവശ്യം എഴുതിക്കോളൂ. കുറച്ച് ടഫ് ഉണ്ട് ആ വാക്ക്. ജ്ഞാനവർദ്ധൻ. നെക്സ്റ്റ് പ്രശംസനീയ. എന്താണ് വായിക്കുക? പ്രശംസനീയ. നെക്സ്റ്റ് ന്യായമിത്ര. നെക്സ്റ്റ് ചിന്തിത. മെഹൂസ കണ്ടോ? പേജ് നമ്പർ 13. നെക്സ്റ്റ് പ്രതിഷ്ഠ. എന്താണ് വായിക്കുക? പ്രതിഷ്ഠ. നെക്സ്റ്റ് സിംഹാസൻ. എത്ര വാക്കുകളുണ്ട്? എത്ര ഉണ്ട്? 9. 9 അല്ലേ? 9. 9 അല്ലേ? അപ്പൊ ഈ 9 വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ക്ലാസ് ഇല്ലേ? എത്ര മണിക്കാണ് ക്ലാസ്? 11:30. അപ്പോ നമുക്ക് ആ സമയത്ത് ആ ഡിറ്റേഷൻ വെച്ചാലോ? എല്ലാവരും റെഡിയാണോ? ഈ വാക്കുകള് ക്ലാസ് കഴിഞ്ഞ ഉടനെ അവിടെ ഇരുന്ന് എഴുതി പഠിക്കാമോ? ഈ 9 മിസ് അങ്ങോട്ട് പറഞ്ഞ കേൾക്കാമോ? പേജ് നമ്പർ 13. ഓ, ആരാ വിളിക്കുന്നത്? ഇവിടെ 8 മണിയാകുമ്പോ കറണ്ട് പോകും. 8 മണിക്ക് കറണ്ട് പോകുന്നത്? ആരോണാണോ? ഇവിടെ അതുകൊണ്ട് കറണ്ട് പോകും. അപ്പൊ എന്താ ചാർജ് ഇല്ല ഫോണില്? ഓ ശരിയാണല്ലേ. അത് ശരി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു കാര്യം ചെയ്യുമോ?
നീ നെക്സ്റ്റ് ക്ലാസ്സിൽ പിന്നെ ക്ലാസ് കയറാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒന്ന് എഴുതിയിടാമോ മിസ്സിനെ പേഴ്സണൽ ആയിട്ട്? ഓക്കെ. അപ്പൊ ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം? ബാക്കിയുള്ളവരെന്നല്ല, എല്ലാവരും അവിടെ ഇരുന്ന് എഴുതി പഠിക്കണം. അപ്പൊ നിങ്ങൾ എഴുതി പഠിച്ച നോട്ട്ബുക്ക് ഞാൻ ചോദിക്കും ഇടക്ക്. നിങ്ങള് ഡിറ്റേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേർഡ് മീനിങ് വേണ്ടിയിട്ടോ എഴുതി പഠിച്ച വാക്കുകൾ ബുക്ക്, റഫ് ബുക്ക് എവിടെയെന്ന് ഞാൻ ചോദിക്കും. അപ്പൊ അത് അമ്മ കൊണ്ടുപോയി, അച്ഛൻ കൊണ്ടുപോയി, അച്ഛന്റെ വീട്ടിലാണ് അമ്മയുടെ വീട്ടിലാണെന്ന് പറയരുത്. നിങ്ങൾ എവിടെയുണ്ടോ ആ വീട്ടിൽ എന്ത് ഉണ്ടാവണം? നിങ്ങൾ എഴുതി പഠിക്കുന്ന നോട്ട്ബുക്ക് ഉണ്ടാവണം. കേട്ടല്ലോ? അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലെ ഹിന്ദി നോട്ട്ബുക്കിന് മുന്നേ ഞാൻ ചോദിക്കുന്നത് ഏതാണ്? നിങ്ങളെ ഹിന്ദി വാക്കുകള് എഴുതി പഠിച്ച, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസറോ അല്ലെങ്കിൽ വേർഡ് മീനിങ്ങോ എന്തെങ്കിലും എഴുതി പഠിച്ച നോട്ട്ബുക്ക്. അതാണ്. അതെ, ഞാൻ പറയട്ടെടാ, പറയുന്നതിന് മുന്നേ പറയല്ല. പിന്നെ അതായത് മിസ് ചോദിക്കല് നോട്ട്ബുക്കിന്, അതായത് വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും എഴുതുന്ന നോട്ട്ബുക്കിന് മുന്നേ ഫസ്റ്റ് ചോദിക്കല് ഹിന്ദി മിസ് ഏതാണ്? നിങ്ങള് ഏത് വിഷയായാലും എഴുതി പഠിക്കുന്ന നോട്ട്ബുക്ക് എവിടെയാണെന്നാണ്. അപ്പൊ അത് കൃത്യമായി നിങ്ങൾ ഇരിക്കുന്ന ടേബിളിന്റെ അടുത്ത് എല്ലാ ദിവസവും ഉണ്ടാവണം. പിന്നെ വേറൊന്ന്, ഓരോ ദിവസവും എഴുതി പഠിക്കുന്ന, ഏത് ദിവസമാണോ എഴുതി പഠിക്കുന്നത്, ഏത് വിഷയമാണാലും ശരി, ആ ഡേറ്റ് അവിടെ ഇടുക. കേട്ടോ? ഇപ്പൊ ചിലപ്പോ ആഗ്നസ് ഇന്ന് എഴുതി പഠിച്ചു, ചിലപ്പോ നാളെ എഴുതി പഠിക്കില്ല, മടിയായിരിക്കും. അപ്പൊ ഡേറ്റ് എനിക്ക് കാണാമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോ 30-ാം തീയതി അല്ലെ? 30 ഡേറ്റ് ഇട്ടു. അപ്പൊ നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുന്ന നോട്ട്ബുക്കിൽ 1-ാം തീയതി ചിലപ്പോ എഴുതി പഠിച്ചില്ല എങ്കിൽ എനിക്ക് മനസ്സിലാവൂലേ ഒരു സബ്ജക്റ്റും എഴുതി പഠിച്ചില്ല എന്ന്? അപ്പൊ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഒരു റഫ് ബുക്ക് എടുക്കുക, അതിൽ ഏത് സബ്ജക്റ്റ് ആയാലും എഴുതി പഠിക്കുന്നതിന്റെ ഡേറ്റ് കൂടി ഇടുക. എന്നിട്ട് മക്കൾ ഓരോരുത്തരും എഴുതി പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഓറൽ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മൗഖിക പ്രശ്ന, മക്കളോട് ഒന്നുകൂടി പറയാം. ഈ ഓറൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, ഹിന്ദിയിലെ ഓറൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് മൗഖിക പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ക്ലാസ്സില് ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിക്കുകയും മിസ്സിനോട് നിങ്ങൾ അതിന്റെ ആൻസർ പറയുന്നതുമാണ് ഓറൽ ക്വസ്റ്റ്യൻസ്. അത് നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ എക്സാമിനോ വരുന്നതല്ല. മിസ് ഒരു പാഠം എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളോട് ഓറലായി ചോദിക്കുന്നത് മൗഖിക പറഞ്ഞാൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ നേരിട്ട് ചോദിക്കുന്നത്, നിങ്ങൾ അതിന്റെ ആൻസർ നിങ്ങൾ ഓരോരുത്തരും അറിയുന്നവർ പറയുന്നത്, അതാണ് ഓറൽ ക്വസ്റ്റ്യൻസ്. അതൊരിക്കലും നിങ്ങൾ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയോ പഠിക്കണ്ട. ഓക്കെ, ഡൗട്ട് ഉണ്ടാവോ? അബ്ദുൽ ബാസിത്ത് എന്താണ് അവിടെ ബിസിനസ് ചെയ്യുന്നത്? ക്ലാസ്സിൽ പറഞ്ഞത് ശ്രദ്ധിക്കണേ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാജാക്കോ ക്യാ അച്ഛാ ലഗ്താ ഥാ? ഷെഫി എന്താ പറയാൻ പോകുന്നത് അതിനിടക്ക്? ഷെഫി പറഞ്ഞോളൂ. മിസ്, ഈ ഡിറ്റേഷൻ വാക്കുകൾ മാത്രമേ പരീക്ഷ ഇടൂലോ? ഡിറ്റേഷൻ വാക്കുകൾ മാത്രം ഇന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇടാന്ന് പറഞ്ഞത്, മറ്റേ എക്സാം പറയും. കേട്ടല്ലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ അഥവാ എനിക്ക് ടീച്ചേഴ്സ് മീറ്റിംഗ് ഉണ്ട്, ഇവിടെ മീറ്റിംഗ് നടക്കുന്നതാണെങ്കിൽ ക്ലാസ് ഇല്ലെങ്കിൽ ഞാൻ അറിയിപ്പ് തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ ഇരുന്ന് പഠിക്കണം അല്ലേ ആ ക്ലാസ്സില്. അവിടുന്ന് എവിടെയും പോകരുത്, ക്ലാസ്സിലെന്ന് വെച്ചാൽ ഇങ്ങോട്ടും പോകരുത്. ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ, ആ സമയത്ത് ഹിന്ദിയിലെ സമയമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഹിന്ദിയിൽ ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഹോംവർക്ക് ചെയ്യണം, ടെക്സ്റ്റ് ലെസൺ വായിക്കണം, വേർഡ് മീനിങ് ഇതൊക്കെ എഴുതി പഠിക്കണം. ഇതൊക്കെ ചെയ്യേണ്ടത് ആ സമയത്ത്. കേട്ടല്ലോ? ക്ലാസ് ഇല്ലാന്നെങ്ങാനും അറിയിപ്പ് കിട്ടിയാൽ നിങ്ങൾ അവിടെ നിന്ന് ഓടിക്കളിക്കാനൊന്നും പോകരുത്. കേട്ടല്ലോ? ഡിറ്റേഷന് വേണ്ടി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ എഴുതിക്കാൻ നോക്കാം ഞാൻ. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങളോട് എഴുതി അയക്കാൻ പറയും. കേട്ടല്ലോ? ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസറോ എഴുതേണ്ട ഡിക്റ്റേഷൻ്റെതാണോ? ഡിക്റ്റേഷൻ്റെ ഞാൻ മിസ് വോയിസ് റെക്കോർഡ് ഇട്ട് അയച്ചുതരാം, അഥവാ ക്ലാസ് ഇല്ലെങ്കിൽ. ക്വസ്റ്റ്യൻ ആൻസർ രണ്ടാം പാഠത്തിന്റെ, ക്വസ്റ്റ്യൻ ആൻസർ രണ്ടാം പാഠത്തിൻ്റെത് പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഗ്രൂപ്പിൽ അയച്ചു തരുമോന്നാ? അയച്ചു തരുമല്ലോ.
അതിൽ വേർഡ് മീനിങ്ങും അതായത് ഓപ്പോസിറ്റ് വേർഡുകളെ നിങ്ങൾ അതിൽ നോക്കി എഴുതുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ മിസ് അയച്ചു തരും. അത് ഞാനിപ്പോ പറയുമ്പോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തോ. ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് തന്നെ അടയാളപ്പെടുത്തി വെക്കുക. പരീക്ഷയ്ക്ക് ഡിക്റ്റേഷൻ ബോക്സ് മാത്രമേ വരൂ? അതെ, ഡിക്റ്റേഷൻ അല്ല, അത് കഴിഞ്ഞിട്ട് എക്സാം പറയും ഞാൻ. ഈ ആഴ്ചന്റെ ഒരു ദിവസം എക്സാം ഉണ്ട്, ഞാൻ പറയും കേട്ടോ. ക്ലാസ് ഗ്രൂപ്പിലിടും. നിങ്ങൾ പഠിക്കണം ഹിന്ദിയുടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാജാക്കോ ക്യാ അച്ഛാ ലഗ്താ ഥാ? എന്താണ് രാജാവിന് നല്ലതായി തോന്നിയത്? എന്ത് കാര്യമാണ് രാജാവിന് നല്ലതായി തോന്നിയത്? എന്ത് കാര്യമാണ്? എന്ത് മോനെ അത്? ഏതാണ് റഫ് നോട്ടിൽ എഴുതി പഠിക്കാം? റഫ് നോട്ടില് ഡിക്റ്റേഷൻ എഴുതി പഠിക്കാം, വേർഡ് മീനിങ് എഴുതി പഠിക്കാം, ക്വസ്റ്റ്യൻ ആൻസർ എഴുതി പഠിക്കാം. എന്തും പഠിക്കുന്ന എന്തും റഫ് നോട്ടിൽ ഉണ്ടാവണം. ഓരോരോ ഡേറ്റ് ഇട്ടിട്ട്, ഇന്നത്തേതാണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഇടുക കേട്ടോ. അത് ഏത് സബ്ജക്റ്റ് ആയാലും ഓരോ ഡേറ്റ് ഇട്ടിട്ട് എഴുതി പഠിക്കുക. രാജാക്കോ ക്യാ അച്ഛാ ലഗ്താ ഥാ? എന്താണ് രാജാവിന് നല്ലതായി തോന്നിയത്? എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? പഠിക്കാൻ. അതാണല്ലേ, ശിക്ഷ പ്രാപ്ത് കർണ അല്ലേ? കുറച്ചുകൂടി പഠിക്കണം എന്നൊരാഗ്രഹം തോന്നി അല്ലേ? നെക്സ്റ്റ്, ക്യാ മന്ത്രിജി രാജാ കെ വിചാർ സെ സഹമത് ദേ? നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താ മന്ത്രിയും രാജാവിന്റെ അഭിപ്രായത്തോട് യോജിച്ചുവോ? അതായത് രാജാവിന് പഠിക്കണം എന്ന കാര്യത്തിനോട് യോജിച്ചുവോ? യെസ് ഓർ നോ? യെസ് അല്ലേ? യോജിച്ചില്ലേ? അതിനു വേണ്ടി ഒരു നല്ലൊരു ഗുരുവിനെ റെഡിയാക്കി കൊടുത്തില്ലേ? യെസ് അല്ലേ? ജി ഹാം. എന്താ പറയാ? യെസ് എന്നല്ലേ നമ്മള് ഹിന്ദിയിൽ എന്താ പറയാ? ജി ഹാം. എന്താ പറയാ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞു തരുമോ? ഏതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറോ? മിസ് ഇപ്പൊ ഓറൽ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെയാണ് മിസ് ഇപ്പൊ പറയുന്നത്. മറ്റുള്ള ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നതേ ഉള്ളൂ. എന്താ ക്രിസ്റ്റി, രാവിലെ ഉറക്കത്തിൽ എന്തെല്ലോ ആയിന്ന് തോന്നല്ലേ? നോക്ക്, അപ്പൊ എന്താണ്? ക്യാ മന്ത്രിജി രാജാ കി വിചാർ സെ സഹമത് ഥേ? സഹമത്ത് എന്ന് പറഞ്ഞാൽ യോജിക്കുന്നുണ്ടോന്ന്, അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? അപ്പൊ എന്താ നമ്മള് എസ് എന്ന് പറഞ്ഞ നമ്മള് ഹിന്ദിയിൽ എന്താ പറയാ? ജി ഹാം. എന്ത് പറയണം? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ജി ഹാം. കുറെ പേര് വായ തുറക്കാത്തവരുണ്ടല്ലോ, ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ ഇത്? ജി ഹാം. തേർഡ് ക്വസ്റ്റ്യൻ. ഓസ്, ആരാണ് മിസ്സെ വിളിക്കുന്നത്? മിസ് എന്തെങ്കിലും പറയുമ്പോ മിസ്സെ വിളിക്കും, എന്താന്ന് ചോദിക്കുമ്പോൾ പറയാനുണ്ടാവൂല. മിസ് ഇങ്ങനെ ഇടക്കിടക്ക് എന്താ ചോദിക്കണോ? എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ. ഒന്നുമില്ല. മിസ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല അല്ലെ? ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ഗുരുദേവിനെ രാജാ കി കിസ് ഇച്ഛാ കോ പ്രശംസനീയ കഹാ? ഒരു ഗുരുദേവൻ വന്നില്ലേ, ഒരു ഗുരു വന്നില്ലേ രാജാവിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്? അദ്ദേഹം ഗുരുവിന്റെ ഏത് ആഗ്രഹത്തെയാണ് പ്രശംസിച്ച് പറഞ്ഞത്? വെരി ഗുഡ്, നല്ല തന്നെ എന്ന് പറഞ്ഞത്? ശിക്ഷ. അതും ശിക്ഷ തന്നെ. ശിക്ഷയല്ല, ശിക്ഷ പ്രാപ്ത് കർണ. ശിക്ഷ എന്ന് മാത്രം പറയരുത്, ശിക്ഷ പ്രാപ്ത് കർണ. അതായത് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടാണ് ആര് പ്രശംസിച്ചു പറഞ്ഞത് വെരി ഗുഡ് എന്നുള്ളത്? ഗുരുദേവ്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? യെസ്. फोर्थ क्वेश्चन, राजा ज्ञान की सारी बातें किसे बताते थे? राजा ज्ञान की सारी बातें, രാജാവ് ഈ ഓരോരോ ഗുരുദേവന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അറിവുകള് ആരോടാണ് പറഞ്ഞത്? വീട്ടിൽ നിന്ന്
കൊട്ടാരത്തുനിന്ന് കിസേ ബതാത്തേ थे ആരോടാണ്? ആ എന്താ ഭാര്യയോട് എന്താ പറയാ? രാജാവിന്റെ ഭാര്യയെ നമ്മൾ എന്താ പറയാ? റാണി എന്നൊക്കെ പറഞ്ഞേ. റാണി സേ കഹ അല്ലെ? റാണി അല്ലാണ്ട് രാജാവ് ഭാര്യയോട് പറഞ്ഞു എന്ന് പറയരുത്. പിന്നെന്താ പറയേണ്ടത്? റാണി സേ കഹ അല്ലേ? അപ്പൊ അത് ഫോർത്ത് ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? ക്ലിയർ ആയോ? അത് ഓറൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എക്സാമിന് വരുന്നതല്ല. നിങ്ങൾ പാഠം പഠിച്ചതിന് വായിച്ചതിന് ശേഷം മിസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഓരോരുത്തര് ഉത്തരം പറയുന്നതാണ് ഓറൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി അടുത്തതാണ് എഴുതേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രശ്നോ കെ ഉത്തർ ലിഖോ. റൈറ്റ് ആൻസർ ടു ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, राजा शिक्षा क्यों प्राप्त करना चाहते थे? राजा शिक्षा क्यों प्राप्त करना चाहते थे? രാജാവ് കൂടുതൽ പഠിക്കണമെന്ന് എന്തിനാണ് ആഗ്രഹിച്ചിരുന്നത്? അറിവ് കിട്ടാനും പിന്നെ പ്രജകളെ നല്ല രീതിയിൽ നോക്കുവാൻ വേണ്ടിയിട്ടെന്നാണ് രാജാവ് പറഞ്ഞത് അല്ലേ? നമ്മള് ലെസൺ തുടങ്ങുന്ന ഫസ്റ്റ് പേജ് എടുത്തേ. 9th പേജ് നമ്പർ 9. പേജ് നമ്പർ 9 എടുത്തേ എല്ലാവരും. ദേവാഞ്ജന ടെക്സ്റ്റ് ബുക്ക് നോക്ക്. ഫസ്റ്റ് പാരഗ്രാഫില് രാജാവ് പറയുന്നത് തുടങ്ങുന്നത് കണ്ടോ നിങ്ങള്? കാജലിന് ടെക്സ്റ്റ് ബുക്ക് ഇല്ലല്ലോ. മിസ് അത് മാർക്ക് ചെയ്തത് മാർക്ക് ചെയ്തത് മിസ് ആ ഭാഗം ഒന്ന് അയച്ചു തരാം കേട്ടോ. ഓക്കെ, അതായത് ആ പാഠം ആ ലെസൺ തന്നെ അയച്ചു തന്നാൽ അതിൽ മാർക്ക് ചെയ്ത് നോക്കിയിട്ട് എഴുതിയെടുക്കില്ലേ? അപ്പൊ നിനക്ക് വായിക്കാനും പറ്റുമല്ലോ ഗ്രൂപ്പിൽ അയച്ചാല് എടുത്ത ഭാഗം ലെസൺ. ഓക്കെ, അതില് രാജ പറയുന്നതില് ലാസ്റ്റ് ഭാഗം കണ്ടോ? പ്രജാക്കി ഔർ ഭി അച്ചി ദേഖ്ഭാൽ ഹോ സകേ. കണ്ടോ നിങ്ങള്? മാർക്ക് ചെയ്തേ സിനാൻ. എല്ലാവരും മാർക്ക് ചെയ്യണം. ഞാൻ ഇനി വീണ്ടും ഈ നോട്ട് തരില്ല നിങ്ങൾക്ക്. ചിലവരുണ്ട് ഇപ്പൊ ഞാൻ പറയുമ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? കുറച്ച് ഹിന്ദി വായിക്കാനാവില്ലല്ലോ, ബുദ്ധിമുട്ടല്ലേ? അപ്പൊ കണ്ടുപിടിക്കില്ല. എന്നിട്ടോ മിസ്സേ അതിന്റെ ആൻസർ വേണം, മിസ്സേ ഇതിന്റെ ആൻസർ വേണം എന്ന് പറയും. അങ്ങനെ പറ്റില്ല. ക്ലാസ്സിൽ പറയുമ്പോൾ കൃത്യം അവിടെ മാർക്ക് ചെയ്യും. ഫസ്റ്റില് രാജാന്ന് തുടങ്ങുന്ന ഭാഗത്ത് ലാസ്റ്റ് സെന്റൻസില് പ്രജാക്കി ഔർ ഭി അച്ചി ദേഖ്ഭാൽ ഹോ സകേ. മാർക്ക് ചെയ്തോ നിങ്ങള്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. മാർക്ക് ചെയ്യണേ. നമ്പർ 1 ഇട്ട് വെക്ക. എവിടെ നമ്പർ 1? നമ്പർ 1 അവിടെ എഴുതി വെക്ക്. നമ്പറും കൂടി ഇട്ട് വെക്കണേ, പിന്നെ ഡൗട്ട് അടിക്കും ഏതിന്റെയാന്ന് അറിയാതെ. सेकंड क्वेश्चन, राजा के कर्तव्य के बारे में गुरुदेव ने क्या बताया? राजा राजा के कर्तव्य के बारे में गुरुदेव ने क्या बताया? രാജാവിന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് ഗുരുദേവൻ എന്താണ് പറഞ്ഞത്? ആ ഗുരു രാജാക്കെ കർത്തവ്യക്കെ ബാരേമേ. അപ്പൊ കർത്തവ്യങ്ങളെ കുറിച്ച് ലാസ്റ്റ് ഒന്ന് ഗുരുദേവൻ ഒന്ന് ഗുണപാഠം ചെയ്യുന്നുണ്ട് അല്ലേ? എന്താണ് അത്? നമ്പർ 12, പേജ് നമ്പർ 12. അതിലെ ലാസ്റ്റ് തൊട്ട് മുകളില് ഗുരുദേവ് പറയുന്ന ഭാഗം എടുത്തേ. ഗുരുദേവ് പറയുന്ന ഉഠോ പുത്ര തുമേം അപ്പനി എന്നുള്ള പാരഗ്രാഫ് ഉണ്ടോ? പാരഗ്രാഫ് കണ്ടില്ലേ? അതില് അബ്സേ മേരി ആജ്ഞാക്കേൻ തുടങ്ങുന്ന ഭാഗം അടയാളപ്പെടുത്തിയതാണ്. അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? എപ്പോ അടയാളപ്പെടുത്തി?
ആ സമയത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. अब से मेरी आज्ञा के अनुसार निम्न आसन पर बैठकर शिक्षा प्राप्त करो और ज्ञानवान होकर प्रजा की सेवा करो. എന്താ കർത്തവ്യത്തെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു കൊടുത്തത്? താങ്കള് എന്റെ ആജ്ഞ അനുസരിച്ച് താഴെ ഇരുന്ന് പഠിക്കുകയും നല്ല അറിവ് നേടുകയും ചെയ്യും. എന്നാൽ എന്താവും? നിങ്ങൾക്ക് പ്രജകളെ നല്ല രീതിയിൽ സേവിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. രാജാക്കെ മുഖപ്പർ ചിന്താക്കി രേഖ ക്യോം ഥി? രാജാവിന്റെ മുഖത്ത് എന്തായിരുന്നു ചിന്ത ഉണ്ടായിരുന്നത്? എന്ത് ചിന്തയാണ്? സുയോഗ്യ ഗുരു. ഫസ്റ്റ് ലെസൺ തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് പാരഗ്രാഫില്, ലെസൺ തുടങ്ങുന്ന ഫസ്റ്റ് പേജില് അതും പറഞ്ഞിട്ടുണ്ട്. സുയോഗ്യ ഗുരു സേ ശിക്ഷ പ്രാപ്ത് കർക്കെ അപ്നാ ജ്ഞാൻ ബിടായേ. നല്ലൊരു ഗുരുവിനെ റെഡിയാക്കിയാല് എന്റെ അറിവ് കൂടുതൽ വർദ്ധിക്കും. ഫസ്റ്റ് പേജിൽ മോനെ ആരോൺ, ഫസ്റ്റ് പേജില് രാജാവ് പറയുന്ന അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതിയ തൊട്ട് മുകളില് സുയോഗ്യ ഗുരു സേ ശിക്ഷ പ്രാപ്ത് കർക്കെ അപ്നാ ജ്ഞാൻ ബിടായേ. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രം മാർക്ക് ചെയ്താൽ പോരാ, ആൻസറിന്റെ നമ്പറും മാർക്ക് ചെയ്യണേ. തേർഡ് ആണല്ലോ മിസ് ഇപ്പൊ പറഞ്ഞത്. തേർഡ് വൺ ആണ് ഇപ്പൊ മിസ് പറഞ്ഞത്. പേജ് നമ്പർ ഫസ്റ്റില് രാജാവ് പറയുന്നത്, നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ അടയാളപ്പെടുത്തില്ലേ, അതിന് തൊട്ട് മുകളിലെ സെന്റൻസ് सुयोग्य गुरु से शिक्षा प्राप्त करके अपना ज्ञान बढ़ाए. കണ്ടല്ലോ? ആഷിന് കണ്ടോ? റെഡി ആയോ? ഓക്കെ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഗുരുദേവനെ രാജാ കോ ജ്ഞാൻ പ്രാപ്തന കർ പാനെ കാ ക്യാ കാരൺ ബതായ? എന്താ ക്വസ്റ്റ്യന്റെ മീനിങ്? ഓരോ ക്വസ്റ്റ്യനും ഇങ്ങനെ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ മാർക്ക് ചെയ്തു ഇങ്ങനെ നോട്ടിലേക്ക് എഴുതിയാ പോരാ, നിങ്ങൾ എഴുതുമ്പോ അതിന്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കണം. എന്താണ് ആൻസർ മീനിങ്? ഗുരുദേവ് രാജാവിന് അറിവ് ലഭിക്കാതെ, അതായത് എത്ര പഠിച്ചിട്ടും അറിവ് ലഭിച്ചില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന് കാരണം എന്താണ് മറുപടി ആയിട്ട് ഗുരുദേവൻ പറഞ്ഞത്? പേജ് നമ്പർ 11 ലാസ്റ്റ് പാരഗ്രാഫില് ഗുരുദേവൻ പറഞ്ഞ ലാസ്റ്റ് പാരഗ്രാഫില് മിസ് ഒന്നുകൂടി ഇതിന്റെ ഫോട്ടോ അയച്ചു തരാം, മാർക്ക് ചെയ്ത് നിങ്ങൾ ഒന്നത് ഗ്രൂപ്പിൽ നോക്കിയാൽ മതി. ഗുരു ഹോനേക്കെ നാത്തെ, ഗുരുദേവൻ പറഞ്ഞതിന്റെ ലാസ്റ്റ് വരി സെന്റൻസ്. അത് ഇത് കണ്ടോ? അത് ഇതേ മാർക്ക് ചെയ്തോ? പേജ് നമ്പർ 11 എടുത്തോ നീ? അത് ലാസ്റ്റ് ലൈൻ നോക്കിയേ. ഗുരു ഹോനേക്കെ നാത്തെ മേരാ സ്ഥാൻ ആപ്സെ ഉച്ചാ ഹോനാ ചാഹിയേ. എന്ത് വേണം? ഞാൻ നിങ്ങളുടെ ഗുരുവാണെങ്കിൽ എന്റെ സ്ഥാനം നിങ്ങളെ കാട്ടി എന്ത് ചെയ്യണം? കുറച്ചുകൂടി ഉയർന്നതായിരിക്കണം അല്ലേ? ഞാൻ നിങ്ങൾ ഇരിക്കുന്നതിനെ കാട്ടി താഴെ ഇരുന്നാൽ എന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യോ? നിങ്ങൾ ഇനിയിപ്പോ സ്കൂൾ തുറന്നിട്ട് നിങ്ങള് ചെയറിലോ അല്ലെങ്കിൽ ബെഞ്ചിൽ ഇരിക്കുന്നു, ഞാൻ താഴെ ഇരുന്നാൽ നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യോ? ഇല്ല അല്ലേ? ഗുരുവിന്റെ ഒരു സ്ഥാനം ഉണ്ട് അല്ലേ? परंतु आप स्वयं ऊंचे सिंहासन पर बैठते हैं और मुझे अपने से नीचे आसन पर बैठाते हैं. താങ്കൾ സ്വയം എന്താണ് ഇത്രയും നാൾ ചെയ്തത്? സിംഹാസനത്തിൽ കയറിയിരുന്നു. പകരം और मुझे अपने से, എന്നെയോ ഞാനായ ഗുരുവായ എന്നെ താഴെയാണ് ഇരുത്തിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിയായ വിദ്യാഭ്യാസം, അത് ശിക്ഷ ലഭിക്കാതെ പോയത്. മാർക്ക് ചെയ്തോ നിങ്ങള്? ഗുരു ഹോനെ കെ നാത്തെ സ്റ്റാർട്ട് ചെയ്യ ആസൻ പർ ബൈഠാത്തെ ഹേ വരെ. അദ്വൈതിന് ശേഷം മടിയാന്ന് തോന്നല്ലോ. അദ്വൈത് കണ്ടുപിടിച്ചില്ല, അദ്വൈത് മാർക്ക് ചെയ്യുന്നില്ല. അവിടെ ഇങ്ങനെ ഇരിക്കുക സുഖിച്ചിട്ട്. വരണോടാ എന്റെ വീട്ടിലേക്ക് മിസ്? വരണ്ട. നിങ്ങൾ 5ാം ക്ലാസ്സിലെത്തിയില്ലേ? അപ്പൊ കുറച്ചുകൂടി എന്താ പറയണ്ടേ, ചെറിയ കുട്ടികളല്ലോ. അപ്പൊ നിങ്ങൾ എപ്പോഴും പേരൻസ് ഇങ്ങനെ നിങ്ങളെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഇനി നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിന്റെ ടൈമിൽ നിങ്ങളെ ക്ലാസ് കയറുക, നിങ്ങളെ ഹോംവർക്ക് നിങ്ങൾ സ്വന്തമായി ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ.
പേരൻസിനെ ബുദ്ധിമുട്ടിക്കല്ലേ? അദ്ദേഹത്തിന്റെ 5 പേരിൽ മാത്രം ഇപ്പൊ എന്നെ കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് 5th क्वेश्चन, शिष्य को गुरु के प्रति कैसा आचरण करना चाहिए? ശിഷ്യക്കോ ഓരോ ശിഷ്യനും ഓരോ കുട്ടികളും ഗുരുവിനെ ഏത് തരത്തിലാണ് ആചരിക്കേണ്ടത്? അത് പേജ് നമ്പർ 12 ലാസ്റ്റ് സെന്റൻസ്. പേജ് നമ്പർ 12 ലാസ്റ്റ് പാരഗ്രാഫിലെ ലാസ്റ്റ് ഭാഗം. शिष्य को कभी भी गुरु से उच्च आसन पर तो क्या गुरु के समकक्ष भी नहीं बैठना चाहिए? गुरु का सम्मान ही ज्ञान प्राप्त करने में सहायक होता है. കണ്ടോ നിങ്ങളെ? ഫാത്തിമ മെഹൂസ മാർക്ക് ചെയ്തോ? 5th क्वेश्चन. കൃപ മാർക്ക് ചെയ്തോ മോളെ? മാർക്ക് ചെയ്തില്ലേ കൃപ? ക്വസ്റ്റ്യന്റെ അർത്ഥം മീനിങ് എന്താണ്? അതായത് ഒരു ശിഷ്യൻ ഗുരുവിനെ എങ്ങനെയാണ് ആചരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്? എങ്ങനെയാണ് ആചരിക്കുക എന്ന് പറഞ്ഞാല് ശിഷ്യക്കോ കബീബി ഗുരു സെ ഉച്ച ആസന പർ തോ ക്യാ ഗുരു കെ സമകക്ഷ ഭി നഹീ ബൈഠനാ ചാഹിയേ? ഒരിക്കലും ഒരു ശിഷ്യനും ഒരു വിദ്യാർത്ഥിയും അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിയും ഗുരുവിനേക്കാളും അധ്യാപകനേക്കാളും ഉയർന്ന ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. എന്താ കൃപ? 5th ക്വസ്റ്റ്യൻ ആൻസറിൽ 5th അഞ്ചാമത്തെ ഒന്നുകൂടി പറഞ്ഞു തരോ? പേജ് നമ്പർ 12 ലാസ്റ്റ് പാരഗ്രാഫ്. शिष्य को कभी भी गुरु से उच्च आसन पर. കണ്ടോ? ഓക്കെ, അത് സഹായക ഹോത്താ ഹേ വരെ. शिष्य को कभी भी गुरु से उच्च आसन पर तो क्या गुरु से समकक्ष भी नहीं बैठ. അപ്പൊ ഒരു ശിഷ്യനും ഗുരുവിനേക്കാളും ഉയർന്ന സീറ്റില് ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, അങ്ങനെ ഇരുന്ന് പഠിക്കരുത്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഗുരു നിന്ദയാണ് അല്ലേ? ഫോർത്ത് ഒന്നുകൂടി. 5th പറഞ്ഞു കഴിയാനാകുമ്പോഴാണ് 4th ബോധം വരുന്നത് അല്ലേ? അതാ പറഞ്ഞത്, നിങ്ങൾ ആ സമയത്ത് തന്നെ ചോദിച്ചോളൂ എന്നോട്, ഞാൻ പറഞ്ഞില്ലേ. 4th വരുന്നത് പേജ് നമ്പർ 11 ലാസ്റ്റ് പാരഗ്രാഫ്. പാഠം പറയുമ്പോ ഉണ്ടായിരുന്നു, പക്ഷെ മെഹൂസ് അന്നേരം ഉണ്ടായിരുന്നില്ല. പേജ് നമ്പർ 11 ഗുരു ഹോനെ കെ നാത്തെ തുടങ്ങുന്ന പാരഗ്രാഫ്, ഗുരുദേവിന്റെ ലാസ്റ്റ് പേജ്. ഗുരു ഹോനെ കെ നാത്തെ മേരാ സ്ഥാൻ ആപ്സെ ഉച്ച ഹോനാ ചാഹിയേ परंतु आप स्वयं ऊंचे सिंहासन पर बैठते हैं और मुझे अपने से नीचे आसन पर बैठाते हैं. അപ്പൊ 5 ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിച്ചല്ലോ നിങ്ങള്? അല്ലെ മിസ് ക്ലാസ് കഴിഞ്ഞ ഉടനെ തുടങ്ങും നിങ്ങള്? മിസ്സേ 1ന്റെ ആൻസർ, മിസ്സേ 2ന്റെ ആൻസർ തുടങ്ങോ? 5 എണ്ണം ക്ലിയർ ആയില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഡിറ്റേഷനുള്ള വാക്കുകൾ എഴുതി പഠിക്കുന്നു. പിന്നെയോ നെക്സ്റ്റ് ക്ലാസ് അഥവാ ഫ്രീ ആണെങ്കിൽ കിട്ടിപ്പോയെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങള് വേർഡ് മീനിങ്, വിലോമ ശബ്ദ, ക്വസ്റ്റ്യൻ ആൻസർ നോട്ട്ബുക്കിലേക്ക് എഴുതുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. ഇന്ന് തന്നെ ചെയ്യണം. പിന്നെ ഞാനിപ്പോ ഗ്രൂപ്പിൽ അയച്ചുതരാം അതിന്റെ ഫോട്ടോ എടുത്തിട്ട്, അത് നിങ്ങൾ അത് നോക്കി മാർക്ക് ചെയ്തോനെ. പിന്നെ എഴുതി പഠിക്കണം നോട്ടും. അതുപോലെ ഞാൻ പറഞ്ഞു, ഇനി അടുത്ത വെനസ്ഡേ ആവാൻ നിൽക്കരുത് നിങ്ങൾ നോട്ട് അയക്കാൻ. ഇന്ന് തന്നെ എഴുതി അയച്ചു തരണം. ഇന്ന് തന്നെ, പരമാവധി ഇന്ന് തന്നെ, കേട്ടല്ലോ? എല്ലാവരും ബുധനാഴ്ച വെനസ്ഡേ 6 മണി ആവാൻ നിൽക്കുന്നു നോട്ട് എഴുതി അയച്ചു തരാൻ വേണ്ടിട്ട് അല്ലേ? ഒരാഴ്ച കഴിഞ്ഞിട്ട് അപ്പോഴാണ് മിസ്സിന് ബോധം വന്നത്, വെനസ്ഡേ രാവിലെ 7 മണിക്ക് സജിത മിസ് ആണല്ലോ വരുന്നതെന്നല്ലേ? അപ്പൊ അങ്ങനെ ആവരുത്.